ജീവിതങ്ങൾ എഴുതപ്പെടുന്നത് വെറുമൊരു പേന കൊണ്ടല്ല, അത് വിശ്വാസം കൊണ്ട് കോറിയിടുന്ന അക്ഷരങ്ങളാണ്. ക്രിസ്തീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് ദൈവാനുഭവങ്ങളെ ഹൃദയസ്പർശിയായ വാക്കുകളാക്കി മാറ്റിയ ഒരു സങ്കീർത്തന യാത്ര. 250-ലധികം ഗാനങ്ങൾ, നോവലുകൾ, വിവർത്തനങ്ങൾ, ലേഖനങ്ങൾ. സ്വന്തം വരികൾ പിറന്ന പശ്ചാത്തലത്തെ ഒരു ജീവിതകഥ പോലെ ഹൃദ്യമായി ആവിഷ്കരിച്ച കഥ പറയുന്ന കീർത്തനങ്ങൾ എന്ന അപൂർവ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. കവിതകളും ചെറുകഥകളും വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങളായി മാറിയ ഒരു പ്രൊഫസറുടെ ആത്മീയ ജീവിതരേഖകൾ ഇന്ന് നാം അനാവരണം ചെയ്യുന്നു. പ്രൊഫസർ കോശി തലയ്ക്കൽ. മാർച്ച് 7-ാം തീയതിയാണ് ഞാൻ ഭൂജാതനായത്. ചെങ്ങന്നൂരാണ് എൻ്റെ ജന്മദേശം. ചെങ്ങന്നൂരിന് സമീപമുള്ള കൊല്ലകടവാണ് എൻ്റെ പിതാവിൻ്റെ സ്ഥലം. അവിടെയാണ് പിൽക്കാലത്ത് ഞാൻ ജീവിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ നിന്ന് ബിരുദവും ചങ്ങനാശ്ശേരി സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് SB കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും സമ്പാദിച്ചതിന് ശേഷം 1968 ഞാൻ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ മലയാള വിഭാഗത്തിലെ അധ്യാപകനായി ചേർന്നു. 1968 മുതൽ 2000 വരെ 1999 വരെ ഞാൻ അവിടെ അധ്യാപകനായിരുന്നു. ആ വകുപ്പിൻ്റെ അധ്യക്ഷനായി വിരമിച്ചു. 1968 തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയും എൻ്റെ നാട്ടുകാരിയായിരുന്നു കുഞ്ഞുമോൾ. പക്ഷേ ഈ കഴിഞ്ഞ മെയ് മാസം 21-ാം തീയതി എൻ്റെ പ്രിയ പത്നി എന്നോട് വിട പറഞ്ഞു പോയി. നിത്യതയിലാണ്. 1977 തന്നെ ഞാൻ എൻ്റെ ജീവിതം ആത്മീയ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. 1977 എന്ന വർഷം ഞാൻ പലപ്പോഴും പറയാറുള്ള 7/7/77 എൻ്റെ ജീവിതത്തെ ആകെക്കൂടെ മാറ്റിമറിച്ച ഒരു ദിവസമായിരുന്നു. എല്ലാ രാഷ്ട്രീയ സ്വപ്നങ്ങളും അവസാനിപ്പിച്ച് അവയെല്ലാം വലിച്ചെറിഞ്ഞതിന് ശേഷം ആത്മീയ മേഖലയിലേക്ക് പൂർണ്ണമായി എന്നെ സമർപ്പിച്ച ദിവസമാണ് 7/7/77. അന്നു മുതൽ ഇന്ന് വരെ കർത്താവിൻ്റെ ശുശ്രൂഷകനായി ലോകത്തെമ്പാടും ഓടി നടന്ന് പ്രഭാഷണങ്ങൾ നടത്തുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കഴിഞ്ഞ 1984 മുതൽ ദൈവം എനിക്ക് തന്ന അത്ഭുതകരമായൊരു വരമുണ്ട്, ഗാനരചന. ഏതാണ്ട് 250-ൽ പരം ഗാനങ്ങൾ ഞാൻ ഇതിനകം എഴുതി. ഞാൻ സംഗീതം പഠിച്ചവനല്ല, ഒരു ഇൻസ്ട്രുമെൻറ്റും എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഈ 250 ഗാനങ്ങളും അതിൻ്റെ ട്യൂണും എൻ്റേതാണ്, രചനയും ട്യൂണും ദൈവം തരുന്നതാണ്. ഞാനെപ്പോഴും പറയും, ഇറ്റ് കംസ് ഓൾ ടുഗദർ. ഗാനവും ട്യൂണും ഒന്നിച്ച് ലഭിക്കുകയാണ്. അങ്ങനെ ഞാൻ ഗാനങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. പ്രസിദ്ധമായ അനേകം ഗാനങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ ജനത, ക്രൈസ്തവ കൈരളി ആലപിക്കുന്ന അനേകം ഗാനങ്ങളുണ്ട്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന ഗാനം, ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും 1000 സ്തുതികൾ ഞാൻ കരയേറ്റിടുമെന്ന ഗാനം, നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തു എന്ന ഗാനം, നിന്നിൽ ആശ്വാസം കാണാൻ നിന്നിൽ ആശ്രയം വയ്ക്കാൻ തുടങ്ങിയ ഗാനം, ഇങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ. ഒരു കാലഘട്ടത്തിൽ അത് ഹിറ്റ് സോങ്സാണ്. ഇന്നും അത് തന്നെ പുതുമ മങ്ങാതെ ആ ഗാനങ്ങൾ ഇപ്പോഴും ജനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായൊരു കാര്യം. ഇങ്ങനെ ഏതാണ്ട് 250-ൽ പരം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആത്മസങ്കീർത്തനം എന്ന പേരിൽ എൻ്റെ മാത്രം ഗാനങ്ങൾ ഞാൻ സമാഹരിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാഹിത്യകൃതികൾ. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 1964
62 എഴുതി തുടങ്ങിയതാണ്. ഞാൻ പത്രമാസികകൾ എഴുതാൻ തുടങ്ങി. കവിതകളും കഥകളും ലേഖനങ്ങളും അന്നു മുതൽ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അതിപ്രസരത്തിൽ പലപ്പോഴും എൻ്റെ എഴുത്തുകൾക്ക് മങ്ങലേൽക്കുകയുണ്ടായി. അല്ലെങ്കിൽ കുറേ കൂടെ ശോഭനമായ ഒരു ഭാവി എഴുത്തുരംഗത്ത് എനിക്കുണ്ടാകുമായിരുന്നു. പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷം ആണ് അത് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. എൻ്റെ ഭാര്യ അന്തരിച്ച് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. എനിക്ക് 2 ആൺമക്കളാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ അമേരിക്കയിലുണ്ട്. കുടുംബസ്ഥരായി അവരവിടെ ജീവിക്കുന്നു. 4 കൊച്ചുമക്കളാണ് എനിക്കുള്ളത്. അവരും അവിടെ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് 81 വയസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ എഴുതിയ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ തിരക്കിലാണിപ്പോൾ. വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു നോവൽ. ലോകസാഹിത്യത്തിൽ അങ്ങനെ ഒരു കൃതി ഉണ്ടായിട്ടില്ല. മലയാളത്തിൽ ഒട്ടുമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കൃതി, ഉൽപ്പത്തിയുടെ പുനർജനി എന്ന പേരിലൊരു പുസ്തകം ഫെബ്രുവരി പകുതിയോടുകൂടെ പുറത്തു വരും എന്ന് പ്രതീക്ഷയുണ്ട്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഞാനൊരു എഴുത്തുകാരൻ ആകാൻ ചെറുപ്പത്തിലേ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മത്സരരംഗത്ത് ഞാനുണ്ടായിരുന്നു. ഞാൻ SLCക്ക് നിന്ന് പഠിച്ച് പുറത്തു വരുമ്പോൾ ആ വർഷം എനിക്ക് ചെറുകഥയ്ക്ക് 1-ാം സ്ഥാനം ഉണ്ടായിരുന്നു. പ്രസംഗ മത്സരത്തിലും എനിക്ക് 1-ാം സ്ഥാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുകഥകൾ എഴുതുവാനുള്ള ഒരു വാസന ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അതുകൂടാതെ കവിതയും ഞാൻ എഴുതുമായിരുന്നു. കവിത ആദ്യ കാലഘട്ടത്തിൽ എഴുതുമ്പോൾ വൃത്തമൊക്കെ നോക്കി ഇങ്ങനെ തിരിച്ച് കളം വരച്ചെഴുതുന്ന ഒരു രീതിയായിരുന്നു. എനിക്കറിഞ്ഞുകൂടായിരുന്നു എങ്ങനെയാണ്. എന്നാൽ പിന്നീട് കാവ്യരചന എന്ന് പറയുന്നത് ഒരു സുഗമമായ ഒരു കർമ്മമായി എനിക്ക് മാറി. വളരെ വേഗം കവിത എഴുതുവാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് സത്യം. നിരവധി കഥകൾ ഞാൻ എഴുതി, നിരവധി കവിതകൾ എഴുതി. കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പത്രമാസികകളിൽ, പ്രത്യേകിച്ച് ഭാഷാഭൂഷണി തുടങ്ങിയിട്ടുള്ള ഉന്നതമായ പ്രസിദ്ധീകരണങ്ങളിൽ വരെ കവിതകളും ലേഖനങ്ങളും എഴുതിക്കൊണ്ടേയിരുന്നു ഞാൻ. ഈ അടുത്ത സമയത്താണ് എഴുത്ത് ഇത്തിരി കുറഞ്ഞത്. എഴുതുവാനുണ്ടായ പ്രേരണ എന്ന് പറയുന്നത് അത് ഒരു ആജന്മവാസനയാണല്ലോ എഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ അയൽനാട്ടുകാരനായിരുന്നു പ്രസിദ്ധ സാഹിത്യകാരനായ പാറപ്പുറത്തിൻ്റെ രചന, ജീവിതം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങളുടെ സ്കൂളിനടുത്താണ് പാറപ്പുറത്തിൻ്റെ വീട്. പാറപ്പുറം ഒരു വാർഷിക യോഗത്തിന് വന്ന് പ്രസംഗിച്ചൊരിക്കൽ. അന്ന് എനിക്ക് തോന്നിയൊരു സ്വപ്നമാണ് പാറപ്പുറത്തിനെ പോലെ ഒരു എഴുത്തുകാരനാവണം എന്ന്. അന്ന് മുതലാണ് എഴുതുന്നത്. പിൽക്കാലത്ത് ഞാൻ കോളേജ് അധ്യാപകനായ ശേഷം പാറപ്പുറവുമായിട്ട് വലിയ സൗഹൃദ ബന്ധം പുലർത്തുകയുണ്ടായി. ഞങ്ങളൊന്നിച്ച് വൈകിട്ട് നടക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ എനിക്ക് കവിതയും കഥയും നോവലും ലേഖനങ്ങളും എല്ലാം എഴുതുമായിരുന്നു. വളരെ പ്രഗത്ഭമായ ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഭാഷാഭൂഷണി മുതലായ മാസികകളിലൊക്കെ നല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കഥയും കവിതകളും എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ജനയുഗം വാരിക എൻ്റെ കഥ ഉൾപ്പെടെ 4 പേരുടെ ചേർത്ത് ഒരു സ്പെഷ്യൽ എഡീഷൻ വരെ ചെറുകഥയിലെ പുതിയ വികാസം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ രംഗത്തൊന്നും സ്ഥിരമായി നിൽക്കാൻ എനിക്ക് കഴിയാതെ പോയി. കാരണം MLA ആകണം, മന്ത്രിയാകണം, MP ആകണം എന്നൊക്കെയുള്ളൊരു സ്വപ്നമായിരുന്നു. അതിൻ്റെ പുറകെ പോയതുകൊണ്ട് അതിനിടയിൽ വീണ് കിട്ടുന്ന ചില സമയങ്ങളിൽ മാത്രമാണ് ഞാൻ എഴുതി. അതിനിടയിലും ഞാൻ 2 നോവൽ എഴുതി. പള്ളി എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. ബിഡവാഗ്നി എന്ന് പറയുന്ന മറ്റൊരു നോവൽ എഴുതി. ക്രിസ്മസ് കരൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വിവർത്തനം ചെയ്തു. ചാൾസ് ഡിക്കൻസിൻ്റെ ക്രിസ്മസ് കരൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് നോവലിൻ്റെ വിവർത്തനം, അതും ഇതിനിടയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ സമയം ഒരു എഴുത്തുകാരനായി പുലരാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ ഇന്നും എഴുത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്ത് എൻ്റെ വിശ്വാസത്തിൽ ഒരാത്മീക പ്രചോദനമാണ്. ദൈവികമായ ഒരു വരമാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഗാനങ്ങളുടെ രചന. ഞാൻ എഴുതിയ 250-ൽ പരം ഗാനങ്ങൾ, അതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് കംസ് ഓൾ ടുഗദർ. ചില പ്രത്യേക നിമിഷങ്ങളിൽ അറിയാതെ എനിക്ക് വന്നു പോകുന്ന
ഗാനങ്ങളാണ്. ഒരു പാട്ടിൻ്റെ മാത്രം അനുഭവം ഞാൻ പറയാം. എല്ലാ പാട്ടുകൾക്കും അനുഭവമുണ്ട്. ഞാൻ എൻ്റെ 20 പാട്ടുകളുടെ അനുഭവങ്ങളെ സംഗ്രഹിച്ചൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഗാനങ്ങളുടെ കഥന വഴികൾ, കഥാവഴികൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് 20 പാട്ടുകളുടെ പശ്ചാത്തലം, എങ്ങനെയാണ് ഈ പാട്ടുകൾ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന ഗാനം ഞാൻ എഴുതുന്നത് എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് 1991 അത് ഉണ്ടായത്. ഞങ്ങൾ വളരെ വൈകിയാണ് ട്രിവാൻഡ്രത്തുള്ള ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലിലെത്തിയത്. ഞാൻ നന്ദക്കോട്ടാണെന്ന് താമസിച്ചിരുന്നത്. ഡോക്ടർമാർ പറഞ്ഞു, ഡോക്ടർ ഭരചന്ദ്രനാണ് അന്നത്തെ കാർഡിയോളജിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, യു ആർ ലേറ്റ് ഫോർ 18 hours, 18 മണിക്കൂർ വൈകിയാണ് എത്തിയത്. ഇനി ആ മരുന്ന് കുത്തിവെച്ചാൽ പ്രയോജനപ്പെടുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ വൈഫിനെ കൊറോണറി കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുക, ഡാഡി വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ കിടക്കുന്ന കിടക്കയുടെ അരികിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, നീ തരുന്നത് നന്മയായാലും നീ തരുന്നത് തിന്മയായാലും ഞാൻ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു, നിൻ്റെ നാമം മഹത്വപ്പെടണം എന്ന്. എൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യം തരണമെന്നോ അവളെ എനിക്ക് മടക്കി തരണമെന്നോ എന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. കർത്താവ് തരുന്നത് നന്മയായാലും തിന്മയായാലും സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണു തുടച്ച് ഹോസ്പിറ്റലിലേക്ക് മടങ്ങിപ്പോയി. അന്ന് പകലൊന്നും അറിഞ്ഞില്ല, രാത്രിയിലും ഒരു വിവരവും കിട്ടിയില്ല. വെളുപ്പിനെ ഡോക്ടർ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അദ്ദേഹം ഒന്നും മിണ്ടാതെ കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദുഃഖകരമായ എന്തോ വാർത്ത പറയാനാണ് അദ്ദേഹം സമയമെടുക്കുന്നത് എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം അത്ഭുതം കൂടി പറഞ്ഞു, വളരെ അത്ഭുതമാണ്. 18 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്തിട്ടും ആ മരുന്ന് നിങ്ങളുടെ ഭാര്യയുടെ ശരീരം സ്വീകരിച്ചു. ഷീ ഈസ് ഗെറ്റിംഗ് വെൽ. അപ്പം ഞാൻ ഓർത്തു, കർത്താവ് ദൈവം നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണല്ലോ. ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തെ അങ്ങനെ മഥിച്ചുകൊണ്ടിരുന്നു. നന്മ മാത്രം ചെയ്യുന്ന ദൈവം. ആ പകലങ്ങനെ കഴിഞ്ഞു. ധാരാളം വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും എൻ്റെ ഹൃദയം മുഴുവൻ നന്മ മാത്രം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചായിരുന്നു. അന്ന് രാത്രിയിലും കൊറോണറി കെയർ യൂണിറ്റിൻ്റെ വരാന്തയിൽ ഞാനും മക്കളും ഒരു ചുരുൾ കസേരയിൽ ഇരുന്ന് ഉറങ്ങിയും ഉറങ്ങാതെയും നേരം വെളുപ്പിക്കുമ്പോൾ ഒരു 5 മണിയായപ്പോൾ ഞാൻ അറിയാതെ ആത്മാവിൽ പാടാൻ തുടങ്ങിയ പാട്ടാണ് നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന ഗാനം. അത് ദൈവത്തിൻ്റെ ദൈവികമായ ഒരു ഇൻസ്പിറേഷനിലൂടെ വന്നതാണ് പാട്ടാണ് എന്നെനിക്കറിയാം. ദൈവമേ നിനക്ക് സ്തോത്രം, പാടിയിടും 1000 സ്തുതികൾ ഞാൻ കരയേറ്റിടുമെന്ന ഗാനവും അതുപോലെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ യാത്രകളെക്കുറിച്ച് ഓർത്തിരിക്കുന്ന ദിവസം, ഞാൻ ദൈവസന്നിധിയിൽ ധ്യാനപൂർണമായിരിക്കുന്ന ഒരു ദിവസം, ഏതെല്ലാം വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്തു. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, ഞാനൊരു നാടക നടനായിരുന്നു, കേരളത്തിലെ അമച്വർ നാടകവേദിയിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു ഞാനൊരു കാലത്ത്. എൻ്റെ ശ്രോതാക്കൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം, MG സോമനും ഞാനും ഒന്നിച്ച് ഒരു പ്രൊഫഷണൽ നാടകത്തിൽ 1 വർഷം മുഴുവൻ അഭിനയിച്ചവനാണ്. അങ്ങനെ വിവിധ മേഖലകളുടെ ഞാൻ അട്ടക്കുളങ്ങര സബ് ജയിലിൽ 4 ദിവസം ഗോതമ്പുണ്ടയിൽ നിന്ന് കിടന്നവനാണ് രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ. എന്തെല്ലാം കേസുകൾ 1-ാം പ്രതിയായി കോടതികളിൽ കയറി ഇറങ്ങിയ കാലമുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി. അങ്ങനെയൊക്കെ ഒത്തിരി വഴികളിലൂടെ ഓടിയ കാലത്തും ഞാൻ ഓർക്കുന്നു, എന്നെ തേടിയൊരു സ്നേഹം പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. ആ സ്നേഹത്തെ പലപ്പോഴും ഞാൻ അവഗണിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പിക്കറ്റ് ചെയ്യുന്ന കാലത്തും, ഞാൻ കോടതികളിൽ കയറി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാലഘട്ടത്തിലും, നാടകത്തിന് മുഖത്ത് ചായ വിടുന്ന സമയത്തും, അട്ടക്കുളങ്ങര സബ് ജയിലിൽ ഗോതമ്പുണ്ട് തന്നെ കിടക്കുന്ന കാലത്തുമൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വന്ന്, എൻ്റെ അടുക്കൽ വന്ന്, നിന്നെ എനിക്കാവശ്യമുണ്ട്, എൻ്റെ പിന്നാലെ വാ എന്നവൻ വിളിച്ചിട്ട് ഞാനത് കേൾക്കാതെ പോയവനാണ്. അവസാനം അവൻ എന്നെ പിടിച്ച് അവൻ്റെ മാറോട് ചേർത്തടുക്കിയതിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ച ഒരു കവിത ഓർത്തു. ഫ്രാൻസിസ് തോംസൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ഇംഗ്ലീഷ് കവിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു കവിത. ആ കവിത, ഹൗണ്ട് എന്ന് പറയുന്നാൽ വേട്ടപ്പെട്ടി എന്നാണ് അർത്ഥം. സ്വർഗത്തിലെ വേട്ടപ്പെട്ടി. ആ സ്വർഗത്തിലെ വേട്ടപ്പെട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ആ വേട്ടപ്പെട്ടി ഒരു വേട്ടമൃഗം എന്ന് പറഞ്ഞാൽ ഒരു ഇര. ആ ഇര എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവാണ്. ആ മനുഷ്യൻ്റെ ആത്മാവിനെ പിടിക്കുവാൻ സ്വർഗത്തിൻ്റെ സ്നേഹമാകുന്ന വേട്ടപ്പെട്ടി അതിൻ്റെ പിന്നാലെ പായും. ഈ മനുഷ്യനാകുന്ന ഇര പലയിടങ്ങളിൽ ഒളിച്ച് കാടുകളിലും മേടുകളിലും വള്ളിക്കുടികളിലും ഒക്കെ കയറിയിരിക്കും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പിന്നാലെ ചെല്ലും.
അങ്ങനെ അവസാനം ഈ ഇരയെ ഈ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന വേട്ടപ്പെട്ടി പിടിച്ച് മാറിൽ ഒതുക്കുന്നതാണ് ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കവിതയിലെ വിഷയം. ഞാൻ എൻ്റെ മാനസാന്തരത്തെക്കുറിച്ചും രൂപാന്തരത്തെക്കുറിച്ചും ഓർത്തപ്പോൾ ഈ ഹൗണ്ട് ഓഫ് ഹെവൻ ഓർത്തിട്ട് ഞാൻ അറിയാതെ ആ നിമിഷത്തിൽ അറിയാതെ അവിടെ ഇരുന്ന് പാടിപ്പോയ പാട്ടാണ്. അവിടെ ഇരുന്ന് ഞാൻ പാടിത്തുടങ്ങി. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. അങ്ങനെയാണ് ദൈവമേ നിനക്ക് സ്തോത്രം എന്ന പാട്ടുണ്ട്. ഇതെല്ലാം ഒരു ഡിവൈൻ ഇൻസ്പിറേഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടാം. ഞാനിപ്പോൾ ഏറ്റവും അവസാനം എഴുതിയെന്ന് പറയുന്ന ഉൽപ്പത്തിയുടെ പുനർജനി എന്ന് പറയുന്ന പുസ്തകം. ഞാൻ യേശു കർത്താവിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുവാൻ ഒത്തിരി വായിച്ചു. യേശു കർത്താവിൻ്റെ ഒരു പുതിയ ജീവകഥ, പുതിയ ഭാഷയെ നന്നായിട്ട് എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. ഞാൻ പേപ്പർ എടുത്തു, പേനയെടുത്തു, എഴുതാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്ന പോലെ, നീ ഇത് എഴുതണ്ട, നീ മറ്റൊന്ന് എഴുത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുനർജനിയുടെ ചിത്രം, ഉൽപ്പത്തിയുടെ മുഴുവൻ കഥകളും എൻ്റെ മുമ്പിൽ എങ്ങനെ വന്ന് ഇതൾ വിരിയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനൊരു മടിയും കൂടാതെ അബ്രഹാമത്തിൻ്റെ കഥ അങ്ങോട്ടങ്ങ് എഴുതാൻ തുടങ്ങി. ആ എഴുത്തൊരെഴുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ കൂടെ 460 പേജ് എഴുതിയിട്ട് 2 തവണ മാത്രമേ ഒന്ന് വെട്ടിത്തിരുത്തിയുള്ളൂ. ബാക്കി മുഴുവൻ ഒറ്റ ഒരു ഒഴുക്ക് പോലെ ഒരു സ്ട്രെച്ചിൽ ഞാൻ എഴുതി തീർക്കുകയായിരുന്നു. എഴുത്ത് വാസ്തവത്തിൽ ഒരു ദിവ്യമായ പ്രചോദനത്തിൽ വരുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്ത് ആദ്യ കാലഘട്ടത്തിൽ സെക്കുലർ നോവൽസ് ആയിരുന്നു. ഞാൻ ആദ്യം എഴുതിയ ബെഡവാഗ്നി പള്ളി, ഈ നോവലുകൾ, പള്ളി ഒക്കെ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. പക്ഷേ ബെഡവാഗ്നി അതേ ഒന്നുമല്ല. അതൊരു കോളേജിൻ്റെ അന്തരീക്ഷത്തിൽ, കോളേജ് സമരത്തിൻ്റെയൊക്കെ അന്തരീക്ഷത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ് ബെഡവാഗ്നി എന്ന് പറയുന്ന ആ നോവൽ. പിന്നെ ക്രിസ്മസ് കരളുടെ ട്രാൻസ്ലേഷൻ, പിന്നെ കുറേ നോവലുകൾ എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് എൻ്റെ ദർശനം മുഴുവൻ ആത്മീയതയിലേക്ക് മാറിയപ്പോൾ ആത്മീയ ചിന്തകൾ പുസ്തക രൂപത്തിൽ പുറത്തു കൊണ്ടുവരണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ കുറേയേറെ ലേഖനങ്ങൾ പലയിടങ്ങളിലായി എഴുതി. അതുകൊണ്ട് 2000 ആണ്ടിന് മുമ്പ് 95-96 ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക മിഷൻ ഉണ്ടായിരുന്നു. ഹോംലാൻഡ് മിഷൻ എന്നായിരുന്നു ആ മിഷൻ്റെ പേര്. ആ ഹോംലാൻഡ് മിഷൻ ഞങ്ങൾ പുരവിമല എന്ന് പറയുന്ന സ്ഥലത്ത്, സഹ്യാദ്രിയുടെ താഴെയറ്റത്ത്, നെയ്യാർ റിസർവോയറിനക്കരെ ഒരു കാട്ടുപ്രദേശമാണ് പുരവിമല എന്ന് പറയുന്ന പ്രദേശം. ആ പുരവിമലയിൽ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു മിഷൻ ഫീൽഡ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ മിക്കവാറും പോയി, ഞങ്ങൾ കുടുംബമായി പോയി. തെക്കൻ തിരുവിതാംകൂറിലുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെയായി അവിടെ പോയി സുവിശേഷ വേല ചെയ്യുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ച് ഹോംലാൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു മാസികയും ഞാൻ നടത്തിയിരുന്നു. അതുകൊണ്ട് 1500-ൽ പരം ആളുകൾക്ക് സൗജന്യമായി അയക്കുന്ന, എല്ലാ മാസവും അയക്കുന്ന ഒരു മാസികയായിരുന്നു ഹോംലാൻഡ് മെസ്സേജ്. അമേരിക്കയിൽ പോയതോടുകൂടി മക്കൾക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ വിഷമമായതുകൊണ്ട് അതങ്ങ് നിന്നു പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഹോംലാൻഡ് ഫെലോഷിപ്പ് ഇപ്പോഴുമുണ്ട്. അത് ഞങ്ങളുടെ സ്നേഹിതർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് കൂടാറുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ ആത്മീയ ചിന്തകൾ പ്രസംഗരൂപത്തിൽ മാത്രമല്ല, അത് അടുത്ത തലമുറയ്ക്കും പ്രയോജനപ്പെടത്തക്ക വിധത്തിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നാഗ്രഹിച്ചിട്ട് ആ വിധത്തിലുള്ള രചനകൾ, ധാരാളം ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ചില ലേഖനങ്ങൾ ഞാൻ സമാഹരിച്ചിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ആത്മീയ ചിന്തകൾ രചനയ്ക്ക്, സാഹിത്യരചനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചതാണ്. അല്ല, സാഹിത്യരചനയിലൂടെ അല്ല ആത്മീയ ചിന്തയിലേക്ക് ഞാൻ വന്നത്, മറിച്ചാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ കാലഘട്ടത്തിൽ
സാഹിത്യ രചനകൾക്ക്, ആത്മീയ രചനകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്രിസ്തീയ ഗ്രന്ഥങ്ങളെക്കുറിച്ച് വളരെ രൂക്ഷമായ അഭിപ്രായം പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ ഭാഷയിൽ ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ എഴുതുവാൻ നമ്മുടെ ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ള ആ സത്യത്തിൻ്റെ നേരെയാണ് എനിക്ക് വിമർശനമുള്ളത്. ക്രൈസ്തവരുടെ ശൈലി ഒരു പാതിരി മലയാളത്തിൻ്റെ പാരമ്പര്യത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇന്നത്തെ ഭാഷ വളരെ വികസിച്ചു. മലയാള ഭാഷ എന്ന് പറയുന്നത് ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ഭാഷയല്ല ഇന്നത്തെ മലയാള ഭാഷ. ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞു, DNA സീക്വൻസ് ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും അതിവേഗത്തിൽ, അതിനേക്കാളും വേഗത്തിലാണ് ഭാഷ വളർന്നുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ ഭാഷകൾ മരിക്കുന്നുണ്ട്. ഓരോ 5 സെക്കൻഡിൽ 5 മിനിറ്റിലും ഒരു ഭാഷ വീതം ലോകത്ത് മരിച്ചു വീഴുന്നു എന്നാണ് ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ഭാഷയുടെ വികാസ പരിണാമങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹമെന്ന് ദുഃഖത്തോടെ ഞാൻ ഓർക്കുകയാണ്. അവരുടെ ശൈലിയൊക്കെ പഴയ ശൈലിയാണ്. അത് ഈ ആധുനിക തലമുറയെ സ്വാധീനിക്കാൻ ഒട്ടും പ്രേരകമല്ല. അതുകൊണ്ട് പുതിയ ഭാഷയിൽ, പുതിയ രീതിയിൽ, പുതിയ ശൈലിയിൽ കൃതികൾ എഴുതണം എന്ന നിർബന്ധം പിടിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മലയാള ഭാഷയെ സംബന്ധിച്ച് പലരും അവകാശപ്പെടുവാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യം അതാണ്. മലയാള ഗദ്യസാഹിത്യത്തിൻ്റെ പ്രോത്ഘാടകർ മിഷണറിമാരാണ്. മലയാളത്തിലെ പല പ്രസ്ഥാനങ്ങളുടെയും പ്രോത്ഘാടകർ മിഷണറിമാരാണ്. മലയാളത്തിന് സ്വന്തമായ ഒരു വ്യാകരണം എഴുതിക്കൊടുത്തത് ജോർജ് മാത്തൻ എന്ന് പറയുന്ന ഒരു നാട്ടുപട്ടക്കാരനാണ്. CMSലെ നാട്ടുപട്ടക്കാരൻ, ആദ്യത്തെ നാട്ടുപട്ടക്കാരനാണ് ജോർജ് മാത്തൻ. അദ്ദേഹമാണ് മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ മലയാള വ്യാകരണത്തിൻ്റെ കർത്താവ്. അതിനുമുമ്പ് ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറി ഒരു മലയാള വ്യാകരണം എഴുതിയിട്ടുണ്ട്. പിന്നെ ഗുണ്ടർട്ടിൻ്റെയും ബേലിയുടെയൊക്കെ കഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അവരൊക്കെ ചെയ്ത നിഘണ്ടുക്കളും മറ്റും എഴുതി ഭാഷയെ വർദ്ധിപ്പിച്ചവരാണ്. ആർച്ച് ഡീക്കൻ ഘോഷി എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പഴയ പുരോഹിതനുണ്ട്, ആർച്ച് ഡീക്കൻ ഘോഷി. ഇന്ന് നാം വായിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ്റെ പുതിയ നിയമത്തിൻ്റെ വിവർത്തനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആർച്ച് ഡീക്കൻ ഘോഷിക്കുള്ളതാണ്. അതിന് മുഴുവൻ അഭിമാനവും അദ്ദേഹത്തിനുള്ളതാണ്. ആ പുസ്തകം വിവർത്തനം ചെയ്ത മനുഷ്യൻ അദ്ദേഹമാണ്. പുല്ലേലി കുഞ്ചു എന്ന് പറയുന്ന ഒരു നോവൽ, അത് കുറേ നാൾ ആദ്യത്തെ നോവലാണ് മലയാളത്തിൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ അത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പുല്ലേലി കുഞ്ചു തുടങ്ങിയിട്ടുള്ള ഈ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ, ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ, ഒരു കാലത്ത് അദ്ദേഹം നടത്തിയ മലയാള ഭാഷയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം, മലയാള ഭാഷയെക്കുറിച്ചുള്ള ഒരു പാഠകം എന്നാണ് അതിൻ്റെ പേര്. വളരെ പ്രസിദ്ധമാണത് ഭാഷാ ചരിത്രത്തിലൊക്കെ. അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഷ ഏറ്റവും മനോഹരമായി ആവിഷ്കരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭാഷയ്ക്ക് ഇപ്പോഴും അതുകൊണ്ട് എഴുത്തുകാരൊത്തിരി ഉണ്ടെങ്കിൽ പോലും വായനക്കാരെ അപൂർവമായി ലഭിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. ഞാൻ ആവോളം എൻ്റെ ഭാഷ ആധുനിക സാഹിത്യത്തോട് ബന്ധപ്പെട്ട് അതിനോടൊപ്പം നിൽക്കുന്ന വിധത്തിൽ സൂക്ഷിക്കുവാൻ ശ്രമിക്കാറുണ്ട്. നല്ല ദൈവകൃപയാൽ ഒരു നല്ല ഭാഷാശൈലി എനിക്കുണ്ട് എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രസംഗത്തിലും നമ്മുടെ സമീപനം അങ്ങനെയാവണം. നമ്മുടെ പ്രസംഗം ഈ പഴയ ഉപദേശി പ്രസംഗത്തെക്കാളും ഉയരണം. പുതിയ തലമുറ നമ്മളെ ശ്രദ്ധിച്ചു നിന്ന് കേൾക്കണമെങ്കിൽ ഭാഷ മാറണം, നമ്മുടെ സമീപനം മാറണം. സാഹിത്യരചനയിലും അതുതന്നെയാണ്. നമ്മുടെ സമീപനങ്ങൾ, ഭാഷയുടെ രീതി, ഇതൊക്കെ മാറിയാൽ മാത്രമേ പുതിയ തലമുറയെ നമുക്ക് ആകർഷിച്ചെടുക്കുവാനും അവർ നിന്ന് കേൾക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുവാനും അവർ എടുത്തു വായിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുവാനും നമുക്ക് കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ആധുനിക മലയാള ക്രൈസ്തവ സാഹിത്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ദർശനം. അധികം പുസ്തകങ്ങളൊന്നും ഈ മേഖലയിൽ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. എനിക്ക് 2 ആൺമക്കളാണ്. ഈ 2 ആൺമക്കളെയും ഒരുപോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ചിലരെന്നോട് ചോദിക്കും, സാർ ഇത്രയും ഗാനങ്ങൾ എഴുതിയല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണെന്ന് ചോദിക്കും. എനിക്കതിന് ഉത്തരവില്ല. വാസ്തവത്തിൽ ഞാൻ എല്ലാ ഗാനങ്ങളും ഇഷ്ടപ്പെടുന്നവനാണ്. അവയെല്ലാം എൻ്റെ ആത്മാവിൻ്റെ അംശമാണ് ആ ഗാനങ്ങളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഞാൻ
കർത്താവ് പറഞ്ഞ പോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിക്കണം, അതുപോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ രചനകളെയെല്ലാം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിലേതാണ് മെച്ചപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരം പറയുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ലേഖന സമാഹാരങ്ങളിൽ ചിലരൊക്കെ എന്നെ വിളിച്ച് പറയും, സാറിൻ്റെ ആ ലേഖനം ഉജ്ജ്വലമായിരിക്കുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള ലേഖനങ്ങൾ വ്യത്യസ്തമായ മേഖലകളിൽ പലരെയും സ്പർശിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ രചന എന്നെ സംതൃപ്തരാക്കാറുണ്ട്. ഏറ്റവും അവസാനം സമാഹരിച്ച ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ആത്മീയ ബിന്ദുക്കൾ. ആത്മീയ ബിന്ദുക്കളിൽ ഒരു സ്നേഹിത എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ജോസഫ് പിതാവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ലേഖനം എന്നെ ഒത്തിരി സ്വാധീനിച്ചു, എന്നെ ഒത്തിരി ആകർഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഓരോരുത്തർക്കും ഓരോന്നാണ് വിഷയമായി വരുന്നത്. ജോസഫ് പിതാവിനെക്കുറിച്ച് ഞാൻ എഴുതിയത് ഹീസ് ആൻ അൺസങ് വാറിയർ, ആരും ആലപിച്ചിട്ടില്ലാത്ത, ആലപിക്കപ്പെടാത്ത ഒരു ധീരൻ എന്ന നിലയിലാണ് ജോസഫ് പിതാവിനെക്കുറിച്ച്. സാധാരണ ആരും ചിന്തിക്കാത്ത ഒത്തിരി ചിന്തകൾ, ഒത്തിരി വിവരങ്ങൾ ജോസഫ് പിതാവിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില ലേഖനങ്ങളൊക്കെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഒരു പുസ്തകത്തെക്കുറിച്ച് മാത്രം ഇന്നത് നല്ലതാണ്, എനിക്കതിനിഷ്ടമാണ് എന്ന് പറയുന്നതിന് എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ എല്ലാ ഗാനങ്ങളും ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാ പുസ്തകങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. ഇനിയും എഴുതണം എന്ന് എൻ്റെ ചിന്തയിലുള്ള കുറേയേറെ പുസ്തകങ്ങളുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആർച്ച് ഡീക്കൻ കോശി എന്ന് പറയുന്ന ആ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതണമെന്നുണ്ട്. ഞാൻ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ്. എത്രയും വേഗം ഞാൻ അതെഴുതും. അതുപോലെ തന്നെ ക്രൈസ്തവ മേഖലയിൽ ക്രൈസ്തവ കവിതകളുടെ ഒരു സമാഹാരം ഞാൻ എഴുതിയ ക്രൈസ്തവ കവിതകളുണ്ട്. ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള കവിതകൾ കുറേയേറെയുണ്ട്, ഭാഷാഭൂഷണിയിലുമൊക്കെ വന്ന കവിതകൾ. ആ കവിതകളുടെ ഒരു സമാഹാരം എഴുതണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗിലയാദിലെ പനിനീർ പുഷ്പം എന്ന പേരിൽ എഴുതണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഞാനൊരു സാഹസികമായ കർമ്മം ചെയ്തു. അന്ന് പുറത്തിറങ്ങി പോകാൻ നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടമാണ്. അന്ന് ഞാൻ നമ്മളുടെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ജോൺ ബെനിയൻ എഴുതിയ പുസ്തകം, പ്രസിദ്ധമായ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോകത്ത് പ്രചരിച്ച ഒരു പുസ്തകമാണ് ജോൺ ബെനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ആ പിൽഗ്രിംസ് പ്രോഗ്രസ്സിന് മലയാളത്തിൽ ഒരു വിവർത്തനമുണ്ട്, 1 or 2 വിവർത്തനമുണ്ട്. ആദ്യത്തെ വിവർത്തനം ആർച്ച് ഡീക്കൻ കോശിയാണ് എഴുതിയിട്ടുള്ളത്. ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറിയുടെ പ്രേരണയിൽ, അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ആർച്ച് ഡീക്കൻ കോശിയാണ് ആ വിവർത്തനം ചെയ്തത്. അദ്ദേഹം അതുകൂടാതെ ഹോളി വാർ, തിരുപ്പോരാട്ടം എന്ന് പറയുന്ന ഒരു നോവലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഷയൊക്കെ ഇത്തിരി പ്രാചീനമായൊരു ഭാഷയാണ്. അതുകൊണ്ട് പിൽഗ്രിംസ് പ്രോഗ്രസ്സിന് ഒരു പുതിയ വിവർത്തനം വേണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. അത് ഞാൻ പൂർത്തിയാക്കി. അന്ന് ഈ 2 വർഷം കൊണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കും ഇംഗ്ലീഷിലെ. അത് വായിച്ചിട്ട് ഞാനതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. എൻ്റെ ഭാര്യ മലയാളത്തിൽ അത് എഴുതിയെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ പുസ്തകം എഴുതി, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണം കൂടിയായിരിക്കും അത്. കാരണം അത് മുഴുവൻ കൈയെഴുത്ത് നടത്തിയത് എൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ട് മുഴുവൻ എഴുതിയത് എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് എന്നും എനിക്കാഗ്രഹമുണ്ട്. അതുകൂടാതെ എൻ്റെ എക്കാലത്തെയും ഒരു സ്വപ്നമാണ്, ആത്മീയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു സ്വപ്നമാണ്, ഏദൻ മുതൽ ഏദൻ വരെ എന്നൊരു പുസ്തകം എഴുതണമെന്ന്. അത് ഏദനിൽ പുറത്താക്കപ്പെടുന്ന മനുഷ്യൻ്റെ പ്രയാണത്തിൻ്റെ കഥയാണ്. ആ പ്രയാണം അവസാനം അവൻ സ്വർഗീയ പരദീസയിൽ മടങ്ങിയെത്തുന്നത് വരെയുള്ള ഒരു പ്രയാണമാക്കി എഴുതണം എന്നുള്ളൊരു മോഹമുണ്ട്. ദൈവം എന്നെ അതിന് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ രചനയെക്കുറിച്ചുള്ള സ്വപ്നം.